ഹായ് ചിൽഡ്രൻ, എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സുഗതകുമാരിയുടെ ഒരു കൊച്ചു കവിത പഠിക്കാം. പാഠം 9 പൂച്ച. എല്ലാവരും മലയാള പുസ്തകമെടുത്ത് പേജ് 35 എടുക്കുക. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ വിരലുകൾ വെച്ച് കവിതയുടെ ഓരോ വരിയും വായിക്കുക. എന്നാൽ വായിക്കാം. പൂച്ച. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗമാണ് പൂച്ച. നമ്മുടെ പാഠത്തിൽ എന്താണ് പൂച്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് വായിക്കാം. എൻ്റെ കുറിഞ്ഞി പൂച്ച. കുറിഞ്ഞിപ്പൂച്ച എന്ന് പറഞ്ഞാൽ പെൺപൂച്ചയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചക്കിപ്പൂച്ച എന്നൊക്കെ പറയുന്നതാണ് കുറിഞ്ഞിപ്പൂച്ച. അന്തസ്സുള്ളൊരു പൂച്ച. എൻ്റെ കുറിഞ്ഞിപ്പൂച്ച എങ്ങനെയാണ്? നല്ല അന്തസ്സുള്ളൊരു പൂച്ചയാണ്. കൺമഷി പോലെ കറുപ്പ്. കൺമഷി എന്താണ്? പെൺകുട്ടികൾ കണ്ണിലെഴുതുന്ന ഒരു വസ്തുവാണ്. അതിൻ്റെ നിറം കറുപ്പാണ്. അപ്പോൾ കൺമഷി പോലെ കറുപ്പ് നിറമുള്ള പൂച്ച. കണ്ണുകൾ രണ്ടും മഞ്ഞ. ഈ പൂച്ചയുടെ കണ്ണുകൾ എങ്ങനെയിരിക്കുന്നത്? മഞ്ഞ കളറിൽ. പൂവിതൾ പോലൊരു നാവ്. പൂച്ചയുടെ നാക്ക് പൂവിതള് പോലെയാണ്. പൂങ്കുല പോലൊരു വാല്. ഈ പൂച്ചയുടെ വാൽ എങ്ങനെയിരിക്കുന്നത്? പൂങ്കുല പോലെ. എൻ്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഇതാണ് എൻ്റെ കുറിഞ്ഞിപ്പൂച്ച. നമുക്കൊന്നും കൂടെ ഈ പാഠം വായിക്കാം. എൻ്റെ കുറിഞ്ഞിപ്പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. കൺമഷി പോലെ കറുപ്പ്. കണ്ണുകൾ രണ്ടും മഞ്ഞ. പൂവിതൾ പോലൊരു നാവ്. പൂങ്കുല പോലൊരു വാല്. എൻ്റെ കുറിഞ്ഞി പൂച്ച അന്തസ്സുള്ളൊരു പൂച്ച. ഈ കൊച്ചു കവിത എഴുതിയിരിക്കുന്നത് സുഗതകുമാരിയാണ്. ഇനി നമുക്കിതിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. അർത്ഥം എഴുതുക. കുറിഞ്ഞി പൂച്ച, ചക്കി പൂച്ച, പൂവിതൾ പൂവിൻ്റെ ഇതൾ. അടുത്തത് പര്യായം എഴുതുക. കണ്ണ്, നയനം, നേത്രം. പൂവ്, മലർ, കുസുമം. മാതൃക നോക്കുക. ഒറ്റ വാക്ക് എഴുതുക. പൂവിൻ്റെ കുല, പൂങ്കുല. പഴത്തിൻ്റെ കുല, പഴക്കുല. വാഴയുടെ കുല, വാഴക്കുല. മുന്തിരിയുടെ കുല, മുന്തിരി കുല. അടുത്തത് പദങ്ങൾ എഴുതുക. ഞ ചേർന്ന് വരുന്ന പദങ്ങൾ എഴുതുക. മഞ്ഞ, കഞ്ഞി. ഇച്ഛ ചേർന്ന് വരുന്ന പദങ്ങൾ എഴുതുക. പച്ച, കച്ച. അടുത്തത് മാതൃക പോലെ എഴുതുക. നിൽക്കുക, നിന്നിടുന്ന. പോകുക, പോയിടുന്ന. പറയുക, പറഞ്ഞിടുന്ന. ചൊല്ലുക, ചൊല്ലിയിടുന്ന. പാടുക, പാടിയിടുന്ന. ഇത്രയും ഭാഗം നോട്ട്ബുക്കിൽ എഴുതുക. പൂച്ച എന്ന കവിത 3 പ്രാവശ്യം വായിച്ച് പഠിക്കുക. ബൈ ചിൽഡ്രൻ.